എൻ്റെ പേര് സോണി അൽഫോൻസ. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ കോരുത്തോട് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് ഈ മാർച്ച് 22-ാം തീയതിയാണ്. ഞാനൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാനപ്പം പുറത്തോട്ട് പോകാൻ വേണ്ടി ഒത്തിരി ട്രൈ ചെയ്തായിരുന്നു. 2019 തൊട്ട് ഞാൻ ട്രൈ ചെയ്യുക, പക്ഷേ എനിക്കൊന്നും ശരിയാവുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ 2 തവണ OET എക്സാം എഴുതി. ആദ്യത്തെ തവണ എഴുതിയപ്പോൾ എൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തത്. അന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. അപ്പം ഞാനിവിടെ വന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് പോയി. പക്ഷേ എനിക്ക് എക്സാം നല്ല എളുപ്പമായിരുന്നു, പക്ഷേ ഞാൻ പാസ്സായില്ല. രണ്ടാമത്തെ തവണ ഇതുപോലെ ഞാൻ എക്സാം എളുപ്പമായിരുന്നു, പക്ഷേ ഞാൻ പാസ്സാകുന്നില്ല. അങ്ങനെ 3-ാമത്തെ തവണ ഞാൻ എഴുതാൻ വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്തപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ ഇവിടെ വന്ന് വിശ്വാസത്തോടെ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. മാർച്ച് 22-ാം തീയതി മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. എൻ്റെ ഉടമ്പടിയിലെ ആദ്യത്തെ നിയോഗമായിരുന്നു എനിക്ക് OET എക്സാം കിട്ടണം എന്നുള്ളത്. അങ്ങനെ ഞാൻ മാതാവിനോട് ശരിക്കും കണ്ണീരോടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന, വിശ്വാസപ്രമാണം, വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഞാൻ മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് ഈ കഴിഞ്ഞ ഏപ്രിൽ 23-ന് എക്സാം എഴുതി ഹോളിൽ കയറിയപ്പോൾ എനിക്ക് വിശ്വാസമായിരുന്നു ഞാൻ നല്ലതായിട്ട് പെർഫോം ചെയ്യും, എനിക്കിത് കിട്ടുമെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ അവിടെ ചെന്ന് എക്സാം സ്റ്റാർട്ട് ചെയ്തപ്പം തൊട്ട് എനിക്ക് ഒന്നും എഴുതാൻ പറ്റുന്നില്ല. എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നില്ല, ആൻസർ മനസ്സിലാവുന്നില്ല. റൈറ്റിംഗ് ഒക്കെയാണ് ഞാൻ ഇൻകംപ്ലീറ്റ് ആയിരുന്നു. എനിക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ശരിയാകുന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, എൻ്റെ മാതാവ് നീ ഇതിനായിട്ടാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ എന്തൊക്കെ എക്സാം എഴുതി. എന്നിട്ട് ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് ഞാൻ നേരെ അടുത്തൊരു മാതാവിൻ്റെ പള്ളി ഉണ്ടായിരുന്നു. മാതാവിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവ് ഞാൻ എന്ത് വിശ്വാസത്തോടെയാണ് ഞാൻ എക്സാം എഴുതാൻ പോയത്, അതേ വിശ്വാസത്തോടെ ഞാൻ മുറുകെ പിടിച്ച് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ള കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എക്സാം റിസൾട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് നല്ല ടെൻഷനായിരുന്നു. അപ്പോൾ ഞാൻ എന്നും കണ്ണീരോടെ ജപമാല ചൊല്ലുമായിരുന്നു. അപ്പോൾ അമ്മ മാതാവ് എനിക്ക് തിരുവചനങ്ങളിലൂടെയാണ് ഉത്തരം നൽകിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മ മാതാവ് എനിക്ക് തന്ന വചനം ഇതായിരുന്നു, ദാനിയേൽ 10:12. നീ നിൻ്റെ ദൈവമായ കർത്താവിന് മുമ്പിൽ എളിമപ്പെട്ട ദിവസം മുതൽ നിൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അടയാളം ചോദിക്കുന്നത് കാണുമ്പോൾ ഞാനും എൻ്റെ മാതാവിനോട് ചോദിക്കുന്നു, മാതാവേ എനിക്ക് ടെൻഷൻ സഹിക്കാൻ പറ്റുന്നില്ല, അമ്മ എനിക്കൊരു അടയാളം കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞാൻ വചനം എടുത്തപ്പോൾ അമ്മ മാതാവ് എന്നോട് പറഞ്ഞ കാര്യം, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണുമെന്നായിരുന്നു. അങ്ങനെ എക്സാം വരുന്നതിൻ്റെ 3 ദിവസം മുമ്പ് ഞാൻ സ്വപ്നം കാണുവാണ്. ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പം ജോസഫ് അച്ഛനെ കാണണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നു, പക്ഷേ കാണാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷേ ഈ എൻ്റെ റിസൾട്ട് വരുന്നതിന് 3 ദിവസം മുമ്പ് ഞാൻ സ്വപ്നം കാണുകയാണ്, ഞാൻ ഇവിടെ വരുമ്പം ജോസഫ് അച്ഛൻ എൻ്റെ തലയ്ക്ക് പിടിച്ച് അനുഗ്രഹിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ അനുഗ്രഹിച്ചത് മറ്റാരുമല്ല മാതാവാണ്. മെയ് 13-നാണ് എൻ്റെ റിസൾട്ട് വന്നത്. റിസൾട്ട് വന്നപ്പോൾ ഞാൻ ആഗ്രഹിച്ചതിലും കൂടുതൽ മാർക്ക് തന്ന് ദൈവമാതാവ് എന്നെ അനുഗ്രഹിച്ചു. കാരണം ഞാനായിട്ട് ആ എക്സാം പേപ്പറിൽ ഒന്നും എഴുതിയിട്ടില്ല. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചത്, അമ്മ മാതാവേ ഞാനായിട്ട് ആ എക്സാം പേപ്പർ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, പക്ഷേ അമ്മ മാതാവ് തിരുക്കുമാരനും കൂടെ മാർക്കിട്ട് എന്നെ വിജയിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ച മാർക്ക് തന്ന് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നമ്മൾ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം പിടിച്ച് പ്രാർത്ഥിച്ചാൽ ഈശോ തിരുക്കുമാരൻ ഇറങ്ങി വന്ന് നമ്മുടെ കരം അമ്മ മാതാവിൻ്റെ കൂടെ മുറുകെ പിടിക്കുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എനിക്ക് ഇത്രയേറെ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി.